നമസ്കാരം. ഞാൻ നന്ദനൻ പിള്ള. എൻ്റെ 31ാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഇപ്പോൾ ചെയ്യാനുണ്ടായ സാഹചര്യം, നമ്മുടെ പോലീസ് ആസ്ഥാനത്തെ ഒരു ADGP SHO ഇൻസ്പെക്ടർ റാങ്കിൽ നിന്നും SI റാങ്കിലേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ഒരു റിപ്പോർട്ട് കൊടുത്തതായിട്ട് മാധ്യമങ്ങളിലൂടെ അറിയാൻ കഴിഞ്ഞിട്ടുള്ള സാഹചര്യത്തിലാണ്. ഞാനൊക്കെ പോലീസിൽ കയറുന്ന സമയത്ത് കേരളത്തിലെ എണ്ണപ്പെട്ട പോലീസ് സ്റ്റേഷനുകളിൽ മാത്രമേ SHO ഇൻസ്പെക്ടർ റാങ്കിലുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ തിരുവനന്തപുരത്ത് അത് വന്നു കഴിഞ്ഞാൽ തമ്പാനൂർ ഫോർട്ട് കൻ്റോൺമെൻറ്റ്, ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ പത്തനംതിട്ട അല്ലെങ്കിൽ റാന്നി, അങ്ങനെ വളരെ ചുരുക്കം ചില പോലീസ് സ്റ്റേഷനുകൾ മാത്രമേ SHO ഇൻസ്പെക്ടർ റാങ്കിലുണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും SHOമാർ SI ആയിരുന്നു. SHO ഇൻസ്പെക്ടർ ആയാലെന്ത്, SI ആയാലുണ്ട് എന്നൊരു ചോദ്യം ഒരു പക്ഷേ ആളുകൾക്കുണ്ടാവാം. പക്ഷേ അതിന് വലിയ പ്രസക്തിയുണ്ട്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ സർവീസിൽ 3 കാലഘട്ടങ്ങളുണ്ട്. ഒന്നയാൾ ആ സർവീസിൽ കയറുന്ന ഫ്രഷ് ബ്ലഡായിട്ടുള്ള ആ പീരീഡ്, അതിനെ നമുക്ക് ആ കാലഘട്ടത്തെ വേണമെങ്കിൽ ഈ തനി മലയാള ഭാഷയിൽ ഈ കുരയ്ക്കുന്ന പട്ടി എന്ന് ആ കാലഘട്ടത്തെ നമുക്ക് വേണം വിളിക്കാം. നമ്മളൊരു പട്ടിയെ വാങ്ങിച്ചൊരു വീട്ടിൽ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം ആ പട്ടി കൃത്യമായിട്ട് പാലിക്കും. ആ പീരീഡ് ഒരു 35 വയസ്സ് അല്ലെങ്കിൽ 38 വയസ്സിന് താഴെയായിരിക്കും. ഒരു 38 മുതൽ പിന്നെ 7-8 കൊല്ലം, ഒരു 45-48 വയസ്സ് വരെ നമ്മൾ കുറേം കൂടെ പക്വത കയറുന്നെന്നോ പാകത കയറുന്നെന്നൊക്കെ ചിലർ പറയാറുണ്ടെങ്കിലും പക്വതയും പാകതയൊന്നും അല്ല. നമ്മൾ ഈ സിസ്റ്റത്തിൻ്റെ അടിമയായിട്ട് മാറുക. പിന്നീട് ആ പ്രോസസ്സിൻ്റെ ഒരു കാലഘട്ടമാണ് അത്. ഒരു പക്ഷേ ഈ സാധാരണഗതിയിൽ ഞാനീ പറഞ്ഞ SI പീരീഡ് ഈ കുരയ്ക്കുന്ന പട്ടിയായിട്ട് വരും. അത് SI പീരീഡ് എന്നുള്ളതല്ല, ഒരു പോലീസുകാരൻ പോലീസ് സർവീസിൽ കയറിയ അവനും ആ പോലീസ് ഉദ്യോഗസ്ഥനും ആ പീരീഡിൽ വളരെ ആക്റ്റീവായിരിക്കും. ഒരു ഡയറക്റ്റ് IPSകാരന് SP ആയിട്ടൊക്കെ ഉള്ള ആ പീരീഡ്, അതും ഈ കുരയ്ക്കുന്ന പട്ടി എന്ന് പറയുന്ന, ഞാനാരെയും ഇത് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല, അതൊരു യാഥാർത്ഥ്യമാണ് ആ പ്രയോഗം. ഈ രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്ന ഒരു 45-48 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മളൊരു സിസ്റ്റത്തിന് പാകപ്പെടുക, അല്ലെങ്കിൽ രാഷ്ട്രീയ അടിമത്വം സ്വീകരിക്കുക എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. നമ്മുടെ ഈ അവകാശങ്ങളുമൊക്കെ നമ്മൾ സറണ്ടർ ചെയ്ത് ഈ വെറും ഒരു 3ാമത്തെ സ്റ്റേജിലേക്ക് കടക്കുന്ന ഇതാണ്. 3ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ഈ പട്ടികൾ അവസാന സ്റ്റേജിൽ ഒരു മുറിവുകളൊക്കെ അവരുടെ ശരീരത്തുണ്ടാവും. ഇപ്പോൾ പഴയ വീടുകളിലൊക്കെ ചാമ്പൽ കൂടുണ്ടാവും, ചാണകക്കൂടും ചാമ്പക്കൂടും ഒക്കെ നമ്മുടെ വീടുകളിലുണ്ടാവും. അപ്പോൾ ഈ മുറിവ് ഉള്ള പട്ടി സാധാരണ കിടക്കുന്നത് ഈ ചാമ്പക്കൂടുകളിലായിരിക്കും. അപ്പോൾ ഈ 3ാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ചാമ്പക്കൂട്ടിൽ കയറിയ പട്ടിയുടെ സ്ഥിതിയാണ്. അതാണ് ഈ നമ്മുടെ ഈ 56 വയസ്സും അല്ലെങ്കിൽ IPS സർവീസിലൊക്കെ ഈ 60 വയസ്സോട് വരുന്ന ആ കാലഘട്ടം എന്ന് പറയുന്നത്. നമ്മൾ പൂർണ്ണമായും ഈ സിസ്റ്റത്തിൻ്റെ അടിമയായി മാറുകയാണ് ഈ 3ാമത്തെ സ്റ്റേജിൽ. അപ്പോൾ ഈ കുരയ്ക്കുന്ന പട്ടിയെ ഈ സിസ്റ്റത്തിൽ നിന്ന് കഴുത്തിന് പിടിച്ചോ കുത്തിന് പിടിച്ചോ പുറത്താക്കിയ ഒരു തീരുമാനമായിരുന്നു ഈ SHO എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ നമ്മളെ ഇൻസ്പെക്ടർമാരെ ഏൽപ്പിച്ചിട്ടുള്ളത്. അത് വളരെ ആസൂത്രിതമായൊരു നീക്കമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ സാധാരണഗതിയിൽ ഞാനൊക്കെ സർവീസിൽ കയറുമ്പം നമ്മളെ ഈ ഒരു തീരുമാനം, ശരിയായൊരു തീരുമാനം നമ്മൾ എടുക്കുന്നു. എന്നോട് തന്നെ ഒരു ഉയർന്ന രാഷ്ട്രീയ നേതാവ് ഒരു സമയത്ത് തീരുമാനം മാറ്റണമെന്ന് ആവശ്യപ്പെട്ടൊരു സന്ദർഭമുണ്ട്. അപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ തീരുമാനത്തിൽ മാറ്റമില്ല, നിങ്ങൾക്ക് ഉയർന്ന തലത്തിൽ പരാതി കൊടുത്ത് അത് നിങ്ങൾക്ക് അവിടെ അദ്ദേഹത്തിന് മുമ്പാകെ മാറ്റി തീരുമാനിച്ചുള്ളൂ. ഞാൻ ഈ മാറ്റി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ശരിയായിട്ട് തന്നെ നിലനിൽക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഈ തീരുമാനം മാറ്റുന്ന ഒരു സ്റ്റേജിലേക്ക് നമ്മൾ ഈ ഇൻസ്പെക്ടർ സ്റ്റേജിലെത്തും. കാരണം കൂടെ നമ്മൾ രാഷ്ട്രീയക്കാർക്ക് വിധേയരായി മാറും.
അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരിലൂടെ IPSകാർ നമ്മളെ വിധേയരാക്കി മാറ്റും. അതിന് അച്ചടക്ക നടപടികളുണ്ടാവാം, കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടുകളുണ്ടാവാം. ഇതെല്ലാം ഇതിന് കാരണങ്ങളായിട്ട് സംഭവിക്കും. നമ്മളറിയാതെ നമ്മളെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടൊക്കെ ചിലപ്പോൾ ഒരു മോശമായിട്ട് എഴുതും. നമ്മൾ അച്ചടക്ക നടപടി ഇതെല്ലാം രാഷ്ട്രീയ താല്പര്യങ്ങളായിരിക്കും. എപ്പോഴും ഭരണകൂട ഭീകരതയുടെ ആത്യന്തികമായ ഫലമായിട്ടായിരിക്കും ഇതെല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെയും അത് സംഭവിച്ചു. നമ്മുടെ ബെഹ്റ അദ്ദേഹം DGP ആയിട്ട് എത്തിയപ്പോൾ അദ്ദേഹം ആദ്യമായിട്ട് സാമ്പിൾ വെടിക്കെട്ട് എന്ന നിലയിൽ കുറേ പോലീസ് സ്റ്റേഷനുകളിലേക്ക് SHO സംവിധാനം കൊണ്ടുവരുന്നു. അതിനുശേഷം അദ്ദേഹം അത് പഠിച്ചു എന്ന് പറഞ്ഞൊരു സമിതിയെ റിപ്പോർട്ട് നൽകിയെന്ന് പറഞ്ഞത് പൂർണ്ണമായിട്ടും സംസ്ഥാനത്തുടനീളം നടപ്പിലാക്കി. എന്തായാലും ആ സംസ്ഥാനത്തുടനീളം നടപ്പിലാക്കിയിലേക്ക് ഇത് പഠനവിധേയമാക്കിയെന്ന് അദ്ദേഹം പരസ്യമായിട്ട് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഞാൻ തന്നെ കാസർഗോഡായിരുന്നു ആ സമയം. 2018 പൂർണ്ണമായിട്ട് പദ്ധതി നടപ്പിലാക്കുന്നത്. ഞാൻ തന്നെ അന്നത്തെ SP ശ്രീനിവാസ് സാറിൻ്റെ അടുക്കൽ അദ്ദേഹത്തിൻ്റെ അടുക്കൽ പറഞ്ഞു, ഇത് ഈ പോലീസ് സിസ്റ്റത്തിനെ കുഴിച്ചു മൂടാനുള്ള ആദ്യ നടപടിയാണ്. കാരണം ഈ പോലീസ് സിസ്റ്റത്തിലെ കുരയ്ക്കുന്ന പട്ടിയാണ് SHO ആയിട്ടുള്ള SI. ആ SI അവിടെ നിന്ന് മാറ്റുന്നതോടുകൂടി ഈ സിസ്റ്റം പൂർണ്ണമായിട്ടും രാഷ്ട്രീയക്കാരൻ്റെ അടിയറവ് വയ്ക്കും. പണ്ടൊക്കെ SIക്ക് എതിരെ ഒരു പാളിച്ച അല്ലെങ്കിൽ ഒരു പരാതിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ SP അത് മാറ്റണമെന്ന് വലിയ പ്രഷർ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെയും അല്ലെങ്കിൽ നമ്മുടെ മേലുദ്യോഗസ്ഥരുടെയൊക്കെ ഉണ്ടായാൽ ഈ SP നട്ടലുള്ള SP ആണെങ്കിൽ സ്വാഭാവികമായിട്ട് ആ SI ആണെങ്കിൽ പരമാവധി ചെയ്യുന്ന അവിടെ നിന്ന് മാറ്റി തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് മാറ്റും. അത്ര മാത്രമേ ചെയ്യാറുള്ളൂ. SPക്ക് SI കൊള്ളാം, അയാൾ നല്ല ഉദ്യോഗസ്ഥനാണെന്ന് മനസ്സിലാക്കിയാൽ. ഈ ഇൻസ്പെക്ടറെ മാക്കണമെന്ന് വലിയ പാടാണ്. പോലീസ് ആസ്ഥാനത്ത് നിന്ന് ഓർഡർ ഇറങ്ങണം. പോലീസ് ആസ്ഥാനത്ത് നിന്ന് ഓർഡർ ഇറങ്ങണമെങ്കിൽ നമുക്കറിയാം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തുണ്ട് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ സിസ്റ്റത്തെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നു ഈ SHO സംവിധാനം ഇവിടെ നടപ്പിലാക്കിയത്. അപ്പോൾ ഞാൻ ഈ SP പറഞ്ഞു ഇത് ഇങ്ങനെയാണെന്ന്. ഇപ്പോൾ SP ഇതിൻ്റെ നിസ്സഹായാവസ്ഥ, ഞാനിത് കഴിഞ്ഞ കോൺഫറൻസിലാണ് പറഞ്ഞത്. എന്നോട് പറഞ്ഞു നമ്മൾ അങ്ങോട്ട് പറയുന്നതൊന്നും കേൾക്കുന്നൊരു സംവിധാനം നിലവിലില്ല. അദ്ദേഹം സ്വതസിദ്ധമായൊരു ശൈലിയിൽ തന്നെ എന്നോട് പറഞ്ഞു. ഞാൻ അന്തം പറഞ്ഞ വിഷയത്തിൽ അതുകൊണ്ട് അഭിപ്രായമൊന്നും പറയുന്നില്ല. എങ്കിൽ തന്നെയും അവിടെ ഒരു പേഷ്യൻ്റ് ഹിയറിംഗ് ഇല്ല മീറ്റിങ്ങുകളിലെന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നീട് ഞാൻ പറഞ്ഞത് ആരോ പറഞ്ഞത് പിന്നെ അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടുള്ള ആവാം. അദ്ദേഹത്തോട് അന്നത്തെ DGP പിന്നീടൊരു മീറ്റിങ്ങിൽ നിങ്ങൾ കേസ് അന്വേഷണമൊക്കെ പഠിച്ചോ, നിങ്ങൾക്ക് CD എഴുതാൻ അറിയാമെന്നൊക്കെ ചോദിച്ചതായിട്ട് ആ മീറ്റിങ്ങിൽ പങ്കെടുത്തൊരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഒരു പക്ഷേ അദ്ദേഹം ഈ DGPയോട് അന്നെന്തെങ്കിലും അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടാവാം ഏതെങ്കിലും കാര്യത്തിൽ. അതുകൊണ്ടായിരിക്കും അങ്ങനെ ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചതെന്നാണ്. അപ്പോൾ എന്തായാലും ശരി, ആ സംവിധാനം മാറ്റിക്കൊണ്ട് നമ്മുടെ ഫ്രഷ് ബ്ലഡിനെ SHO സംവിധാനത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു ശുപാർശ ഗവൺമെൻറ്റിൽ ഉണ്ടെങ്കിൽ അത് നടപ്പിലാക്കുന്നത് പോലീസിൻ്റെ കാര്യക്ഷമതയ്ക്ക് നല്ലതായിരിക്കും. ഇപ്പം എൻ്റെ അഭിപ്രായം ഇതൊന്നുമല്ല. ബെഹ്റ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു റിപ്പോർട്ട് എഴുതി കൊടുത്ത ആളുകൾ ആരൊക്കെയാണ്, ആ റിപ്പോർട്ടൊന്ന് പുറത്തു വിടണം. ആ പ്രഗത്ഭരാരാണെന്ന് അറിയണം നമുക്ക്. കാരണം പിന്നെ ഈ സിസ്റ്റത്തെ ഇല്ലാതാക്കാനായിട്ട് ചൂട്ടുപിടിച്ചു കൊടുത്തവരാണ് അവർ. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് കാരണമാണ് അവർ ഈ SHO സംവിധാനം SIയിൽ നിന്ന് ഇൻസ്പെക്ടറിലേക്ക് മാറിയപ്പം കണ്ട പുരോഗതി എന്ന റിപ്പോർട്ട് രേഖപ്പെടുത്തിയെന്ന് അറിയാനായിട്ട് താല്പര്യമുണ്ട്. കാരണം ഈ പോലീസ് എസ്കോർട്ടും പൈലറ്റോടും കൂടി പോകുന്ന IPS ഉദ്യോഗസ്ഥന് പോലീസിൽ എന്ത് നടക്കുന്നുവെന്നോ പോലീസിൽ നിന്ന് എന്ത് നീതി സാധാരണക്കാർക്ക് കിട്ടുന്നുണ്ടെന്നോ ഉള്ള കാര്യത്തെ സംബന്ധിച്ച് യാതൊരു അറിവും ബോധ്യവുമില്ല. പിന്നെ ഇവർ മാത്രമല്ല, ഇവരുടെ ഭാര്യമാർ പോലും ഇവരുടെ കുടുംബവും സഞ്ചരിക്കുന്നത് ഔദ്യോഗിക വാഹനത്തിലാണ്. പലപ്പോഴും നമ്മൾ പല സന്ദർഭങ്ങളിലും കേട്ടറിഞ്ഞിട്ടുണ്ട്. അതിനൊരു നക്കാപ്പിച്ച പൈസ 500-600 രൂപ അങ്ങനെ ഇവർ ട്രഷറിൽ അടയ്ക്കും. ഒരു മാസം അല്ലെങ്കിൽ 1000 രൂപയാണോ അടയ്ക്കും. അത് ഏത് യാത്രയ്ക്കാണെന്നൊന്നും കാണിക്കത്തില്ല. കാരണം IPSകാർക്ക് IASകാർക്കൊക്കെ 2 വണ്ടി എന്തിനാണ്? അത് നമ്മൾ ഇച്ചാൽ പറ്റും. ഒരു സ്പെയർ വണ്ടി 10 ഓഫീസർക്ക് സ്പെയർ ആയിട്ടൊരു വണ്ടി കൊടുത്താൽ പോരെ. സ്പെയർ വണ്ടി വേണമെങ്കിൽ ഭാര്യയ്ക്ക് വണ്ടി കൊടുക്കേണ്ട ഒരു സംവിധാനം ഇന്ത്യയിൽ മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഏതായാലും അവരുടെ ഒരു സുഖവാസ കേന്ദ്രമാണ് കേരളം. IPSകാരുടെ വന്നവരാരും തന്നെ തിരിച്ചു പോകുന്നില്ല. വന്നവർ തന്നെ ഇവിടെ സെറ്റിൽ ചെയ്യുകയാണ്. അത് നമ്മുടെ ഒരു നന്മയായിട്ട് നമുക്ക് കാണാം. എന്തായാലും ശരി, പുതിയ റിപ്പോർട്ട് നടപ്പിലാക്കട്ടെ, എല്ലാവർക്കും നീതി ലഭ്യമാകട്ടെ
ഈ ഇപ്പോൾ ഈ റിപ്പോർട്ട് എഴുതിയ ഉദ്യോഗസ്ഥൻ ഏത് കണക്കുകളെയാണ്, ഏതൊക്കെ രേഖകളെയാണ് ഈ കാര്യത്തിൽ ഉദ്ധരിച്ചിട്ടുള്ളതെന്ന് നമുക്കറിയില്ല. ആ റിപ്പോർട്ടും പുറത്തു വരട്ടെ. പിന്നെ നമ്മൾ ഈ കണ്ണാടി മോശമായിട്ട് മുഖം മോശമായിട്ട് കണ്ണാടി തല്ലി പൊട്ടിച്ചിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ ഇംഗ്ലീഷിൽ പറയാറുണ്ടല്ലോ, ഈ പണി അറിയാത്ത വർക്കർ അയാളെ ആയുധത്തെ കുറ്റം പറയുന്നത് പോലെയേ ഉള്ളൂ. എത്രമാത്രം ഇത് നന്നാവുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. കാരണം സിസ്റ്റം വെൻറ്റിലേറ്ററിലാണ്. അല്ലാന്ന് അഭിപ്രായമുള്ളവരുണ്ടാവാം. ഞാൻ അവരോട് വിയോജിക്കുന്നു. കാരണം അത്രമാത്രം മോശമായ സ്ഥിതിയിലാണ് നമ്മുടെ പോലീസ് സിസ്റ്റം നിൽക്കുന്നത്. ഒരു ഡയറക്റ്റ് IPS ഉദ്യോഗസ്ഥനൊക്കെ തിരുവനന്തപുരത്ത് ഒരു പാർട്ടി ഓഫീസറിന് മുന്നിൽ സമീപകാലത്ത് കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ നമ്മൾ പൊതുസമൂഹം കണ്ടിട്ടുള്ളതാണ്. കേരളത്തിലെ പല പാർട്ടി ഓഫീസുകളും ആയുധ ശേഖരങ്ങളാണ് എന്ന് ഞാൻ പറയുന്നു. പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിലൊക്കെ വാരിക്കുന്തം മുതലുള്ള സാധനങ്ങൾ പാർട്ടി ഓഫീസുകളിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതെല്ലാം നമ്മുടെ നമ്പർ 1 ഇൻ്റലിജൻസ് സംവിധാനവും നമ്പർ 1 പോലീസ് സംവിധാനവും ഒക്കെ ഇതിനെ കാവലിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ദയനീയമായ സ്ഥിതി, അല്ലെ ദുസ്ഥിതി എന്ന് നമുക്ക് പറയേണ്ടി വരും. നമ്മുടെ ക്രൈം ബ്രാഞ്ചിനെ പറ്റി 2 വാക്ക് പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. കാരണം അവിടെ ഇതുപോലെ ചില പരിഷ്കരണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അവിടെ എക്കണോമിക്സ് തുടങ്ങിയിട്ടുണ്ട്. കൊമേഴ്സും പൊളിറ്റിക്കൽ സയൻസ് ഹിസ്റ്ററിയൊക്കെ താമസിയാതെ തുടങ്ങുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അവിടുത്തെ ഒരു 306 ഒരു കേസിൽ ഉണ്ടോ എന്ന് കണ്ടെത്തുന്നതിനായിട്ട് ക്രൈംബ്രാഞ്ച് എടുത്ത സമയം 23 വർഷമാണ്. ഞാൻ തിരുവനന്തപുരം റൂറലിൽ 24 വർഷം എടുത്തു. ഒരു പോലീസ് സ്റ്റേഷനിൽ SA ആയിരിക്കെ ഒരു റൺ ഓവർ നടന്നു. അദ്ദേഹം ഒരു എൻജിനീയറായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ചില ഉയർന്ന പോലീസ് ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ഭാര്യയ്ക്കെതിരെ 306 ചില ആരോപണങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ സംസ്ഥാന ക്രൈംബ്രാഞ്ചിലേക്ക് ആ കേസ് പോയി. എന്തായാലും ശരി, 306 ഒരു കേസിലുണ്ടോ എന്നറിയാൻ അദ്ദേഹത്തിൻ്റെ എതിർഭാഗത്തും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നല്ല ഉറപ്പിച്ചിരുന്നു അദ്ദേഹം അന്ന്. കാരണം ഇൻക്വസ്റ്റ് വേളയിലൊക്കെ ആ ഉദ്യോഗസ്ഥനും എൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ്. കാരണം മറ്റേ IPS ഉദ്യോഗസ്ഥൻ അതിന് നിന്നോടുകൂടി അതിലൊന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് എത്തി ആയിരിക്കാം ക്രൈംബ്രാഞ്ച് 24 കൊല്ലത്തോളം ഒരു കേസ്. ഒരു 306 ഉണ്ടോ ഇല്ലയോ, വളരെ സിമ്പിളായൊരു ചോദ്യമാണ്. ഒരു കേസിലെ സാഹചര്യം വെച്ചിട്ട് 306 ഉണ്ടോ എന്ന് പറയാൻ ഒരു 223-24 വർഷമൊക്കെ ഒരു കേസിലെടുക്കുക എന്ന് പറയുന്ന ദുരവസ്ഥയാണ്. ഇനി അടുത്ത കാലത്ത് ഞാൻ തന്നെ ഒരു ക്രൈംബ്രാഞ്ചിൻ്റെ കുറ്റപത്രം കാണാനായിട്ട് ഇടവന്നു. അത് കണ്ടിട്ടോടെ നമ്മുടെ ഈ സിസ്റ്റത്തിന് ഒരു പെറ്റി കേസ് എഴുതാൻ അറിയാമോ ഈ ക്രൈംബ്രാഞ്ച് സിസ്റ്റത്തിനുള്ള സംശയം ബലപ്പെടുകയാണ്. എങ്ങനെ ഈ സിസ്റ്റം മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. പിന്നെ അവിടെ നിന്ന് പരിഷ്കാരങ്ങൾ നടത്തി, പല പരിഷ്കാരങ്ങൾ നടത്തിയ ഒന്നൊരു വനിതാ ഉദ്യോഗസ്ഥ പെൻഷനായി. അതിന് നേതൃത്വം കൊടുത്ത അദ്ദേഹവും പെൻഷനായി. വല്ല പുരോഗതി അവിടെ ഉണ്ടായിട്ടുണ്ടോ എന്നറിയില്ല. 25 കൊല്ലമായിട്ടും തീർപ്പാക്കാത്ത കേസുകൾ അവിടെ കണ്ടമാനം കിടപ്പുണ്ട്. അതിൻ്റെ വിവരങ്ങൾ വിവരാവശ്യം ചോദിച്ചാൽ പുറത്തു വിടാൻ അവർ തയ്യാറല്ല. പിന്നെ എന്തിനാണ് ഈ സംവിധാനങ്ങൾ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. കാരണം ഞാൻ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ജോലി ചെയ്തിട്ടുണ്ട്. അന്ന് അവിടെ നാട്ടിലുള്ള ജാംപാങ്കി എന്ന് പറയുന്നൊരു ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. കൃത്യമായി അത് നടപടിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. അന്ന് എക്കണോമിക്സും വേണ്ട, കൊമേഴ്സും വേണ്ട, പൊളിറ്റിക്സും വേണ്ട, സ്റ്റാറ്റിസ്റ്റിക്സും വേണ്ട, ഹിസ്റ്ററിയും വേണ്ട, ഒന്നും വേണ്ട. കൃത്യമായ കാര്യങ്ങൾ നടന്നിരുന്നു ആ കാലഘട്ടത്തിൽ. അത് ആ ഉദ്യോഗസ്ഥൻ്റെ കഴിവും പ്രാപ്തിയുമാണ് അത് തെളിയിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനീ പറഞ്ഞത്, ഈ മുഖം മോശമായിട്ട് കണ്ണാടി തല്ലി പൊട്ടിച്ചിട്ടോ ജോലി അറിയാത്ത ആൾ ആയുധത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വെൻറ്റിലേറ്ററിലായ ഒരു സിസ്റ്റത്തെ നന്നാക്കണമെങ്കിൽ വളരെ ആസൂത്രിതവും വളരെ സംഘടിതവുമായ അത് ഏതെങ്കിലും രീതിയിൽ നമ്മൾ ഈ കതിരിൽ വളം വച്ചിട്ട് കാര്യമില്ല. ശ്രമം വേണം. ആ ശ്രമം വളരെ ആഴത്തിലുള്ളതും വളരെ കൂലങ്കഷമായി ചിന്തിച്ചും നടപ്പിലാക്കേണ്ട കാര്യങ്ങളാണ്. കാരണം പോലീസിൻ്റെ ABCD അറിഞ്ഞുകൂടാത്ത ആളുകൾ ഇതിൻ്റെ ഉയർന്ന തലം മുതൽ ഏറ്റവും താഴെ വരെ വളരെ
പ്രധാന സ്ഥലങ്ങൾ അലങ്കരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും അപകടകരമായ സ്ഥിതി. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.